ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ മാൾട്ടയിലാണുള്ളത്. മാൾട്ട സദേൺ യൂറോപ്പിലെ ഒരു ഐലൻഡ് കൺട്രിയാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മാൾട്ടയിൽ, അതായത് യൂറോപ്പിൽ എങ്ങനെയാണ് വർക്ക് വിസ ലഭിക്കുന്നത്, അതിൻ്റെ A to Z സ്റ്റെപ്സ്, കംപ്ലീറ്റ് സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വരാത്ത രീതിയിൽ എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കിടക്കും. നമ്മൾ ആദ്യം തന്നെ ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുക. എംപ്ലോയർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എംപ്ലോയറിനെ കണ്ടുപിടിക്കാം. അത് ഈസി മെത്തേഡല്ല. നമ്മൾ മാൾട്ട ജോബ്സ്, അതുപോലെ തന്നെ കുറേ ഓൺലൈൻ സൈറ്റ്സ് വഴി നമുക്ക് വേണമെങ്കിൽ എംപ്ലോയറിനെ നമുക്ക് റീച്ച് ചെയ്യാൻ നോക്കാം. നമ്മുടെ പ്രൊഫഷൻ വെച്ചിട്ടുള്ള നമ്മുടെ യൂറോപ്പ CV കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, യൂറോപ്പിലേക്ക് ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം യൂറോപ്പ CV എന്താണെന്നുള്ളത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതല്ല, നമുക്ക് ഡയറക്റ്റ് എംപ്ലോയറിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏജൻസിയെ, ജെന്യൂനായിട്ടുള്ളൊരു ഏജൻസിയെ നമുക്ക് സമീപിക്കാം. അത് നമ്മുടെ ഡിസ്കഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ്, നമ്മൾ ഡിഗ്രി പഠിച്ചവരാണ്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിച്ചവരാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ലെറ്റേഴ്സ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. എല്ലാം ജെന്യൂൻ ആയിരിക്കണം. ഇതെല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മുടെ ഏജൻസിക്ക് അല്ലെങ്കിൽ എംപ്ലോയറിന് നമ്മൾ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യുക. ഞാനിതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 15 ഡേയ്സ് ആയപ്പോൾ എനിക്ക് മാൾട്ടയിലെ ഐഡൻറ്റിറ്റ, അതാണ് അവിടുത്തെ ഗവൺമെൻറ് ബോഡി, നമ്മുടെ വിസയും പ്രോസസ്സിങ്ങും എല്ലാം അവരാണ് നമുക്ക് പെർമിഷൻ തരുന്നത്. അത് നേരത്തെ ഇതിൻ്റെ പേര് ഐഡൻറ്റിറ്റി മാൾട്ട എന്നായിരുന്നു. ഇപ്പോൾ അത് അപ്ഡേറ്റായി ഐഡൻറ്റിറ്റ എന്നാണ് അവർ പേര് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു 15 ഡേയ്സ് എനിക്ക് കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ ഐഡൻറ്റിറ്റി എന്ന് വന്നു. ഈ ഐഡൻറ്റിറ്റി എന്നുള്ള മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മെൻഷൻ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ഇങ്ങനെയായിരുന്നു: an application for single permit has been initiated on your behalf by your employer. എംപ്ലോയർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മളെ കൊടുക്കുന്ന എംപ്ലോയറിൻ്റെ ഒരു ഏജൻസിയുടെ പേരാവാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരായിരിക്കാം. അത് മെൻഷൻ ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് നൗ അവൈറ്റിംഗ് ഫോർ യുവർ വാലിഡേഷൻ. നമ്മുടെ വാലിഡേഷന് വേണ്ടി അവർ നമുക്ക് മെയിൽ അയച്ചേക്കുന്നതാണ്. നമുക്ക് വന്ന പോലെ തന്നെ ഈ ഒരു മെയിലിൻ്റെ സെയിം കോപ്പി CC എംപ്ലോയറിനും പോയിരിക്കും. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് കടക്കാൻ പറ്റിയാൽ ഇതിനർത്ഥം നമ്മുടെ ഏജൻസി പ്രോപ്പറാണ്, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ പ്രോപ്പറാണ്, നമ്മുടെ ജോബ് നമുക്ക് തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. ഈ ഒരു സ്റ്റെപ്പ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു വീണ്ടും നമുക്ക് ഒരു മെയിൽ വരാം. എന്തെങ്കിലും കറക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ലോഡ് മിസ്റ്റേക്സോ വല്ലതും ഉണ്ടെങ്കിൽ വീണ്ടും ഈ ഐഡൻറ്റിറ്റി നമുക്കൊരു മെയിൽ വരാം. ഇറ്റ്സ് റിവ്യൂ ഫോർ കറക്ഷൻ എന്നോ അല്ലെങ്കിൽ സമ്മറി റിവ്യൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഫർദർ കമ്മ്യൂണിക്കേഷനും ഐഡൻറ്റിറ്റിയിലായിരിക്കും വരുന്നത്. ബാക്കിയെല്ലാം ഐഡൻറ്റിറ്റി ത്രൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് വരുന്ന മെയിലിനകത്ത് ഒരു ലിങ്ക് ഉണ്ടാവും. ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് നമ്പർ, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ മെൻഷൻ ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. എല്ലാം ചെക്ക് ചെയ്ത് പ്രോപ്പറാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. നമ്മൾ സബ്മിഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ഐഡൻറ്റിറ്റി അപ്രൂവ് ആക്കത്തുള്ളൂ. കാരണം നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഇവർ ഫർദറായിട്ട് ഒരു മൂവ്മെൻറ്റ്സും ചെയ്യത്തില്ല. ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഒരു 20 ഡേയ്സ്, അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഒരു 20 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു മെയിൽ അവിടെ നിന്ന് വന്നു. അത് വന്ന നോട്ടിഫിക്കേഷൻ ഇങ്ങനെയാണ്: നോട്ടിഫിക്കേഷൻ സബ്മിഷൻ സമ്മറി. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവർക്ക് വീണ്ടും റീസബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാണ് വന്നത്. അത് എൻ്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളല്ലായിരുന്നു. ഇത് എംപ്ലോയറിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. ചില സിഗ്നേച്ചറിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്കൊരു റെഫറൻസ് നമ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, നമ്മൾ എന്താണ് നമ്മുടെ എംപ്ലോയർ നമുക്ക് തരാൻ പോകുന്ന ജോബ് എന്നുള്ളതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പ്ലേസ് ഓഫ് വർക്ക്, നമ്മൾ എവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ കാര്യങ്ങൾ, ആഗ്രഹിക്കുന്നു എന്നല്ല, നമ്മൾ എവിടേക്കാണ് സെലക്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ആനുവൽ ഗ്രോസ് സാലറി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ ഇതെല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്.
ഇതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ആപ്ലിക്കേഷൻ വർക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ടായി എന്ന്. സോ ഇതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ല, എംപ്ലോയറുടെ ഭാഗത്തുള്ളതാണെങ്കിൽ അവരതെല്ലാം ചെയ്യുന്നു. ഒരു 2 to 3 days കഴിയുമ്പം വീണ്ടും എംപ്ലോയർ അത് ഐഡൻറ്റിറ്റിയിൽ സബ്മിറ്റ് ചെയ്യുന്നു. വീണ്ടും ഐഡൻറ്റിറ്റി നമുക്കൊരു മെയിൽ അയക്കുന്നു. അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് വീണ്ടും റിവ്യൂ ഫോർ സബ്മിഷൻ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ അപ്രൂവൽ എല്ലാം ചെക്ക് ചെയ്യുന്നു. അപ്രൂവൽ നമ്മൾ സബ്മിഷൻ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് ഐഡൻറ്റിറ്റിയിലേക്ക് റീസബ്മിറ്റ് ആകുന്നു. പ്രോസസ്സിങ് വീണ്ടും കണ്ടിന്യൂ ആകുന്നു. ഇതാണ് അടുത്തൊരു സ്റ്റെപ്പ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 1 week ടൈമിന് വീണ്ടും ഒരു മെയിൽ വരുന്നു. നമുക്ക് ഐഡൻറ്റിറ്റി എന്നായിരിക്കും മെയിൽ വരുന്നത്. നമുക്ക് വീണ്ടും ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെയിലായിരിക്കും. എല്ലാ ഇൻഫർമേഷനും കറക്റ്റാണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം ഇത് പ്രോപ്പറായിട്ട് പ്രോസസ്സിങ് കണ്ടിന്യൂ ആകുന്നുണ്ടെന്ന്. ഇതിന് ശേഷം എനിക്കൊരു 50 to 60 ഡേയ്സിന് ശേഷം എനിക്ക് ഒരു ഫൈനൽ കൺഫർമേഷൻ മെയിൽ ഐഡൻറ്റിറ്റി എന്ന് വന്നു. അത് ഫൈനൽ കൺഫർമേഷൻ മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെൻഷൻ ചെയ്തിരുന്നത് മാൾട്ട സിംഗിൾ പെർമിറ്റ് അപ്രൂവൽ ഇൻ പ്രിൻസിപ്പൽ ലെറ്റർ. ഈ അപ്രൂവൽ ഇൻ പ്രിൻസിപ്പൽ ലെറ്റർ എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു പെർമിഷനാണ്. ഗവൺമെൻറ് ഓഫ് മാൾട്ട നമുക്ക് തരുന്നു. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആവുന്നുണ്ട്. നമുക്ക് ഫർദറായിട്ട് മാൾട്ടയിൽ വന്ന് ജോലി ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വിസ കാര്യങ്ങൾ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാമെന്നുള്ളൊരു പെർമിഷൻ ലെറ്ററാണ്. പക്ഷേ അതിനകത്ത് ഒരു കാര്യം പ്രത്യേകം അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ അപ്രൂവൽ ഇൻ പ്രിൻസിപ്പൽ ലെറ്റർ, പെർമിഷൻ ലെറ്റർ മാത്രമാണ്. ഇതൊരിക്കലും നിങ്ങളുടെ എന്താ പറയുക വർക്ക് പെർമിറ്റ് അല്ല എന്നവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ലെറ്ററിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ ലെറ്റർ ഡേറ്റ് ഓഫ് ഇഷ്യൂ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു റെഫറൻസ് നമ്പർ ഉണ്ടാവും. അതിന് താഴെ റെസിഡൻസ് കാർഡ് നമ്പർ ഉണ്ടാവും. പിന്നെ റീസെൻ്റ്ലായി അവർ ഒരു ഓപ്ഷൻ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒരു QR കോഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ QR കോഡ് റീസെൻ്റ്ലി അവർ അത് ഇംപ്ലിഫൈ ചെയ്തതിൻ്റെ കാര്യം ഒരാൾക്ക് പോലും ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ജെന്യൂനിറ്റി ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയാണ് അവർ വീണ്ടും അങ്ങനത്തെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അപ്രൂവൽ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം നമുക്ക് കൺഫേം ചെയ്യാം, we are eligible to finalize our application, അല്ലെ നമ്മുടെ പെർമിറ്റ് നമുക്ക് ഫൈനലൈസ് ചെയ്യാമെന്നുള്ള ഒരു സ്റ്റേജാണ് ഈ സ്റ്റേജ്. ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും വിസ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മാൾട്ടയിൽ വന്നതിന് ശേഷം ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമുക്കതെല്ലാം വായിക്കാം. അത് കൂടാതെ അതിൻ്റെ ലാസ്റ്റ് അതൊരു 7 to 8 പേജസ് ആയിരിക്കും. അത് നമുക്ക് കളർ കോപ്പി എടുത്ത് വെക്കാം, പ്രിൻ്റ് എടുത്ത് വെക്കാം. അതുപോലെ തന്നെ ലാസ്റ്റിൽ ഒരു പേജും കൂടെ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിൽ മെൻഷൻ ചെയ്തേക്കുന്നത് സ്റ്റിൽ എബ്രോഡ് പാർട്ട് 2 എന്നൊരു ഫോം ഉണ്ടാവും. അത് ഡിക്ലറേഷൻ ബൈ ലാൻഡ് ലോഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ ഡിക്ലറേഷൻ ബൈ ലാൻഡ് ലോഡ് എന്ന് പറയുന്നത് മാൾട്ടയിൽ നമ്മൾ വന്നാൽ നമ്മൾ താമസിക്കാൻ പോകുന്ന നമ്മുടെ വീടിൻ്റെ ഹൗസ് ഓണറിൻ്റെ ഡിക്ലറേഷനാണ് വീട്ടിൽ. ഇതൊക്കെ നമുക്ക് നമ്മുടെ എംപ്ലോയർ അല്ലെങ്കിൽ ഏജൻസി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലമാണ്. അവരെന്ത് ചെയ്യും, ഈ പ്രിൻസിപ്പൽ ലെറ്റർ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മളിത് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവരിത് അവിടുത്തെ ലാൻഡ് ലോണിനെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് അവരത് അവരത് നോട്ടറി ചെയ്യുന്നു. അതിനുശേഷം അവർ സ്കാൻ ചെയ്ത് നമുക്ക് അയക്കുന്നു. നമ്മുടെ ഭാഗത്തൊന്നും ഈ ഭാഗത്തില്ല. അതെല്ലാം എംപ്ലോയർ അല്ലെ ഏജൻസി നമുക്ക് ചെയ്തു തരും. ഇതിനുശേഷം നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് VFSൽ ഡേറ്റ് എടുക്കുക എന്നുള്ളൊരു ക്രൈറ്റീരിയയാണ്. അത് അവൈലബിലിറ്റി പോലിരിക്കും. അത് ഞാൻ VFSൽ ഡേറ്റ് എടുത്തപ്പോൾ എനിക്കൊരു 1 വീക്കിൽ ഡേറ്റ് കിട്ടി. ഞാനപ്പോൾ 1 വീക്കിൽ ഡേറ്റ് എടുത്തു. എനിക്ക് VFSൽ കിട്ടിയ ടൈം മോർണിംഗ് 10 മണിയായിരുന്നു. അപ്പോൾ VFSൽ 10 AM ആയിരുന്നു എൻ്റെ ടൈമിങ്. ഞാൻ ഡോക്യുമെൻറ്റേഷൻ എല്ലാം അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്തു. അറൗണ്ട് ഒരു 1 hour ടൈമിനുള്ളിൽ എൻ്റെ സബ്മിഷനെല്ലാം കഴിഞ്ഞു. അവിടെ എനിക്ക് VFSൽ ഡേറ്റ് എടുക്കാൻ അറൗണ്ട് ഒരു 23,000 ഇന്ത്യൻ മണിയാണ്, €250 ആണ് എനിക്ക് ചിലവായത്. അത് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം. അതുപോലെ തന്നെ എനിക്ക് അവിടെ ചെന്ന് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി അറൗണ്ട് ഒരു ഇന്ത്യൻ മണി ഒരു 15,000 രൂപ എനിക്ക് അവിടെ ചിലവായി അപ്രോക്സിമേറ്റ്ലി. അത് വേരി ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇപ്പോൾ ഞാൻ തൽക്കാലം
VFSനെ കുറിച്ച് ഡോക്യുമെൻറ്റേഷൻ കൊണ്ട് കൂടുതൽ പറയുന്നില്ല. കാരണം അത് പിന്നീട് ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ബിക്കോസ് ഈ വീഡിയോ ഒത്തിരി ലോങ് ആവുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് ഒരു വിസ ഇൻ്റർവ്യൂ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പല വീഡിയോസും ഞാൻ കണ്ടു. ബട്ട് എനിക്കൊന്നിനും ഒരു കൺഫർമേഷൻ കിട്ടിയില്ല. ചിലർ പറയുന്നുണ്ടായിരുന്നു രാവിലെ നമുക്ക് മെയിൽ വരും, അല്ലെങ്കിൽ ഈവനിങ് നമുക്ക് മെയിൽ വരും, പെട്ടെന്ന് തന്നെ നമ്മൾ ഇന്ന സ്ഥലത്ത് VFS പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറേ ടെൻസ്ഡായിരുന്നു. ബട്ട് ആക്ച്വലി എനിക്ക് ഒരു 20 days കഴിഞ്ഞപ്പം എനിക്കൊരു മെയിൽ വന്നു. ആഫ്റ്റർ 2 days ഒരു പർട്ടിക്കുലർ മാൾട്ട ടൈം 8:40 AM നിങ്ങൾക്ക് വിസ ഇൻ്റർവ്യൂ ഉണ്ടാകുമെന്ന്. മൈക്രോസോഫ്റ്റ് ടീം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആ മെയിലിനകത്ത് ഒരു പോപ്പപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ തൊട്ട് താഴെ തന്നെ ഏസ്, നോ അല്ലെങ്കിൽ മേ ബി. നമ്മളപ്പോൾ ഏസ് എന്നുള്ളത് പോപ്പപ്പിൽ ക്ലിക്ക് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി അവർക്കൊരു മെയിൽ ചെല്ലും നമ്മൾ റെഡിയാണെന്നുള്ളത്. 100% നമ്മളെപ്പോഴും ഈ മെയിൽ നമ്മുടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. VFS നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ മെയിൽ വരാം. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഒരു 2 days എനിക്ക് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ കൂടെ അവർക്ക് ആ മെയിലിന് റിപ്ലൈ ആയിട്ട് ഒരു മെയിലും കൂടെ ഞാൻ അവർക്ക് അയച്ചു. ഐസ് ഐ എം റെഡി ടു അറ്റൻഡ് വിസ ഇൻ്റർവ്യൂ അറ്റ് സോ ആൻഡ് സോ ഡേറ്റ് അറ്റ് സോ ആൻഡ് സോ ടൈം, മാൾട്ട ടൈം എന്നുള്ളത് മെൻഷൻ ചെയ്തു. അത് നമ്മളൊരു കൺഫർമേഷന് വേണ്ടി, ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. അത് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നവും വരാൻ ചാൻസ് ഇല്ല. അത് നമ്മുടെ സേഫ്റ്റിയാണ്. നെക്സ്റ്റ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് വേണ്ടി റെഡിയായി. കുറേ വീഡിയോസ് എല്ലാം കണ്ടു, കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തു. വീഡിയോസ് എല്ലാം എനിക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായി. ഒരു 80% ക്വസ്റ്റ്യൻസ് എന്നോട് ആ വീഡിയോസ് കണ്ടപ്പോൾ തന്നെയാണ് ചോദിച്ചത്. ഞാൻ മാൾട്ട ടൈം 8:40 AM ഞാൻ മൈക്രോസോഫ്റ്റ് ടീമിൽ കയറി. ഒരു 15 minutes ബാക്ക് ഞാൻ കയറിയിരുന്നു എനിക്ക് പറഞ്ഞ ടൈമിനെക്കാട്ടിലും. കാരണം നമുക്ക് എന്തെങ്കിലും എറർ വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഒരു എററും വരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർ ആയിരിക്കണം, നമ്മളൊരു ഫോർമൽ ഡ്രസ്സിലായിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്ന വിസ ഇൻ്റർവ്യൂറിനോട് അതിലായിരിക്കും നമ്മുടെ വിസ അപ്രൂവ് ആകാനുള്ള ഒരു ചാൻസ്. ഞാൻ കറക്റ്റ് 8:40 മാൾട്ട ടൈമിൽ ഇൻ്റർവ്യൂവർ പ്രസൻ്റായി. ഞാൻ വിഷ് ചെയ്തു. ഞങ്ങൾ ഇൻ്റർവ്യൂ പ്രോപ്പറായിട്ട് തന്നെ ചെയ്തു. അറൗണ്ട് ഒരു 11 minute എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു 80% ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ 20% ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസും എന്നോട് ചോദിച്ചു. അത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിൽ പറയുന്നില്ല. ഞാൻ അടുത്തൊരു വീഡിയോ ഈ വിസ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തരുന്നതായിരിക്കും. കാരണം അത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഇൻ്റർവ്യൂവർ പറഞ്ഞു, ഓക്കെ, നിങ്ങളുടെ ഇൻ്റർവ്യൂ ഓക്കെ ആയിരുന്നു. ഞാൻ ഇത് സെൻട്രൽ വിസ യൂണിറ്റ്, ദാറ്റ് മീൻസ് ഹയർ അതോറിറ്റിക്ക് ഈ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്നത് കൈമാറും. നമ്മുടെ വീഡിയോ ഓൾറെഡി ഓൺ ആയിരിക്കും, അവരുടെ വീഡിയോ നമുക്ക് പോസ്റ്റ് ആയിരിക്കും, നമുക്ക് കാണാൻ പറ്റില്ല. ഇതവരെന്ത് ചെയ്യും, ഫോർവേഡ് ചെയ്യുന്നൊരു വാക്ക് പറഞ്ഞ് ആൾ ഇൻ്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യും. ഇത് കഴിഞ്ഞ ശേഷം എനിക്ക് പിന്നെ ഞാൻ എൻ്റെ വിസ അപ്രൂവലിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. എനിക്കൊരു 35 days കഴിഞ്ഞപ്പോൾ ഞാൻ VFSൻ്റെ സൈറ്റിൽ കയറിയിട്ട് ട്രാക്ക് ചെയ്തു. നമുക്കൊരു ട്രാക്കിംഗ് നമ്പർ കിട്ടും. നമ്മൾ VFSൽ പോയി സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റിൽ ഒരു റെഫറൻസ് നമ്പർ ഉണ്ടാവും. MFT സ്റ്റാർട്ടിംഗ് ആയിരിക്കും. ആ ഒരു നമ്പർ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും വിസ കിട്ടിയോ ഇല്ലയോ നമുക്ക് അവർക്ക് അറിയാൻ പറ്റത്തില്ല. ബട്ട് എനിക്ക് 34th ഡേയിൽ അറിയാൻ പറ്റി വിസ ആപ്ലിക്കേഷൻ പ്രോസസ്ഡ് എന്ന് പറഞ്ഞു. അത് പ്രോസസ്ഡ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അതിനുശേഷം പിറ്റേ ദിവസം എനിക്കൊരു ട്രാക്ക് ചെയ്തപ്പോൾ, മെയിലല്ല വരുന്നത്, ട്രാക്ക് ചെയ്തപ്പോൾ അറിഞ്ഞത് ആപ്ലിക്കേഷൻ ഡിസ്പാച്ച്ഡ്, പാസ്പോർട്ട് ഡിസ്പാച്ച് എന്നല്ല, ആപ്ലിക്കേഷൻ ഡിസ്പാച്ച്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പിറ്റേ ദിവസം വെയിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ എനിക്ക് നമ്മുടെ നിയർ ബൈ ബ്ലൂ ഡാർട്ടിൽ നിന്ന് ഒരു കോൾ വന്നു, കൊറിയർ സർവീസിൽ നിന്ന് കോൾ വന്നു, നിങ്ങളുടെ കൊറിയർ ഇവിടെ റിസീവ് ആയിരുന്നു. ഞാൻ അവിടെ പോയി എൻ്റെ പാസ്പോർട്ട് ഞാൻ കളക്ട് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ഓരോ പേജസും മറിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ലാസ്റ്റ് പേജിൽ മാൾട്ട വിസ എനിക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ളത് കിട്ടി. അത് വളരെ ഒരു സന്തോഷം തരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഒരിക്കലും നമുക്ക് ഓൺലൈൻ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് വിസ വന്നോ ഇല്ലയോ, അല്ലെങ്കിൽ നമുക്ക് ആരോടും റെഫറൻസ് ചെക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല. നമ്മൾക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം വിസ ഓഫീസറിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും നമുക്ക് വിസ തരണോ വേണ്ടായോ എന്നുള്ളത്. അപ്പോൾ എനിക്കിതെല്ലാം ടോട്ടലി ഒരു 9 months എടുത്തു, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് സ്റ്റെപ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള വീഡിയോസ് നിങ്ങളുടെ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. അപ്പം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.